Hi friends, it's me Clint. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. ഗോൾഡൻ റിട്രീവർ വേഴ്സസ് ലാബ്രഡോർ റിട്രീവർ. ആദ്യം തന്നെ ഈ രണ്ട് ഡോഗ് ബ്രീഡ്സും വരുന്നത് വളരെ മികച്ച ഒരു ഫാമിലി ഡോഗ്, അതുകൂടാണ്ട് ഒരു കമ്പാനിയൻ ഡോഗ് കാറ്റഗറിയിലാണ്. ഈ രണ്ട് ഡോഗ് ബ്രീഡ്സിന്റെയും ക്യാരക്ടർ വൈസ് നമ്മൾ കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ ലവിങ്, അതുകൂടാണ്ട് പ്ലേഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഡോഗ് ബ്രീഡ്സ് ആണ് രണ്ടും. അധികവും ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ നിങ്ങൾക്ക് വളർത്താൻ പറ്റിയ വളരെ മികച്ച ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ രണ്ട് ഡോഗ് ബ്രീഡ്സ്. ഇനി ഈ രണ്ട് ഡോഗ് ബ്രീഡ്സിന്റെയും ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ട് കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ രണ്ട് ഡോഗ് ബ്രീഡ്സും വരുന്നത് മീഡിയം ടു ലാർജ് ഡോഗ് കാറ്റഗറിയിലാണ്. അതിൽ തന്നെ ഇവരുടെ ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഒക്കെ രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. ശരിക്കും നമ്മൾ പപ്പി സ്റ്റേജിൽ ഈ രണ്ട് ഡോഗ് ബ്രീഡ്സിനെയും കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഡോഗ് ബ്രീഡാണ് ഇവർ രണ്ടുപേരും. ശരീരഘടനയിലും സ്വഭാവത്തിലും വളരെയധികം സാമ്യം ഉണ്ടെങ്കിലും ഈ രണ്ട് ഡോഗ് ബ്രീഡ്സും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇതിൽ ലാബിന്റെ ഒറിജിൻ വരുന്നത് കാനഡയും ഗോൾഡൻ റിട്രീവറിന്റെ ഒറിജിൻ വരുന്നത് സ്കോട്ട്ലാൻഡും ആണ്. ചെറിയ പ്രായത്തിൽ കാണാൻ ഒരുപോലെ ഇരിക്കുമെങ്കിലും വളർന്നു വരുമ്പോൾ ഇവര് തമ്മിൽ ഉണ്ടാവുന്ന ഒരു വലിയ വ്യത്യാസമാണ് ഗോൾഡൻ റിട്രീവർ എപ്പോഴും ലോങ് കോട്ടഡ് തന്നെയായിരിക്കും. അതേസമയം ലാബ് ഷോർട്ട് കോട്ടഡും ഗോൾഡൻ റിട്രീവറിനെക്കാളും ഒരു ഇത്തിരിയും കൂടി തടി കൂടിയ ഒരു ഡോഗും കൂടിയായിരിക്കും ലാബ്രഡോർ റിട്രീവർ. ഇനി ഗാർഡിങ് എബിലിറ്റിയുടെ കാര്യം വെച്ച് കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ രണ്ട് ഡോഗ് ബ്രീഡ്സിനെയും ഒരിക്കലും ഒരു ഗാർഡ് ഡോഗ് ആയിട്ടല്ല ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്നത്. ഇവരെ പൊതുവെ ഒരു റിട്രീവർ ഡോഗ് കാറ്റഗറിയിലാണ് ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്നത്. എന്നാലും ഇവരുടെ ആ ഒരു ഗാർഡിങ് എബിലിറ്റി നമ്മൾ രണ്ടിന്റെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഗോൾഡൻ റിട്രീവർ പൊതുവെ എല്ലാവരുടെ അടുത്തും വളരെ പ്ലേഫുൾ ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി കാണിക്കുന്ന ഒരു ഡോഗ് ബ്രീഡാണ്. വീട്ടിൽ അപരിചിതര് വരുവാൻ അവരോട് പോലും ഒരു പ്ലേയിങ് മെന്റാലിറ്റിയാണ് ഗോൾഡൻ റിട്രീവർ എപ്പോഴും കാണിക്കുന്നത്. അതേസമയം ലാബിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഗോൾഡൻ റിട്രീവറിനെ വെച്ച് നോക്കുമ്പോൾ ലാബ് കുറച്ച് അലേർട്ടും അതുകൂടാണ്ട് ചെറിയ രീതിയിലാണെങ്കിൽ പോലും ഒരു ഗാർഡിങ് എബിലിറ്റി കാണിക്കുന്ന ഒരു ഡോഗ് ബ്രീഡാണ് ലാബ്രഡോർ റിട്രീവർ. അത് തന്നെ നമ്മൾ കുറച്ച് ട്രെയിനിങ് ഒക്കെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ഒരു നല്ലൊരു രീതിയിലുള്ള ഒരു ഗാർഡിങ് എബിലിറ്റി ഉള്ള ഒരു ഡോഗായിട്ട് തന്നെ നമുക്ക് ലാബ്രഡോർ റിട്രീവറിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അതേസമയം ഗോൾഡൻ റിട്രീവർ തികച്ചും എന്താ പറയുക, നമുക്കൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബിഹേവിയർ കാണിക്കുന്ന ഒരു ഡോഗ് ബ്രീഡാണ്. അതേസമയം ട്രെയിനിങ് ആൻഡ് ഇന്റലിജൻസ് ലെവലിന്റെ കാര്യം നോക്കുകയെന്നുണ്ടെങ്കിൽ ഗോൾഡൻ റിട്രീവർ ആണ് ലാബിനെക്കാളും കുറച്ചുകൂടി മുന്നിൽ വരുന്നത്. ഗോൾഡൻ റിട്രീവർ ഇന്റലിജൻസ് ലെവലിന്റെ കാര്യത്തിൽ 4ാമത് വരുമ്പോൾ നമ്മളുടെ ലാബ് വരുന്നത് 7ാമത്തെ പൊസിഷനിലാണ്. ഇങ്ങനെയാണെങ്കിലും പ്രാക്ടിക്കലി നോക്കുമ്പോൾ നമുക്ക് രണ്ട് ഡോഗ് ബ്രീഡ്സിനെയും ഒരേപോലെ തന്നെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഡോഗ് ബ്രീഡ്സ് ആണ് രണ്ടും. ഇനി ഫാമിലി ഡോഗ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ രണ്ടും വളരെ മികച്ച ഫാമിലി ഡോഗ് തന്നെയാണ്. ഫസ്റ്റ് ടൈം ഡോഗ് ഓണേഴ്സിന് പോലും ചൂസ് ചെയ്യാൻ പറ്റിയ വളരെ നല്ല ഓപ്ഷനാണ് ഈ രണ്ട് ഡോഗ് ബ്രീഡ്സും. പക്ഷെ ഗോൾഡൻ റിട്രീവറിന്റെ കാര്യം വരുമ്പോൾ ഗോൾഡൻ റിട്രീവർ നമ്മളുടെ വീട്ടിലുള്ളവരുടെ അടുത്തും അതുകൂടാണ്ട് അപരിചിതരുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ വരുന്നവരുടെ അടുത്തും വളരെ ലവിങ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് കാണിക്കുന്നത്. അതേസമയം നമ്മളുടെ ലാബ് ആണെങ്കിൽ ബാക്കിയുള്ളവരുടെ അടുത്ത്, അതായത് അപരിചിതരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഇണങ്ങാൻ ഒരു ഇത്തിരി സമയം എടുക്കുന്ന ഒരു ഡോഗ് ബ്രീഡാണ്. പിന്നെ ലാബിൽ തന്നെ ചില ഡോഗ്സ് ഉടമസ്ഥരുടെ പരിചയക്കുറവുകൊണ്ടും അവരുടെ തെറ്റായ വളർത്തൽ രീതി കൊണ്ടും ഉടമസ്ഥരോട് തന്നെ അഗ്രസീവ് ആവുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. പക്ഷെ അതേസമയം ഗോൾഡൻ റിട്രീവറിന്റെ കാര്യം എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കൊരു 99.9% ഉറപ്പിച്ചു പറയാൻ പറ്റും ഗോൾഡൻ റിട്രീവർ അഗ്രസീവ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ ഒരു ഗാർഡ് ഡോഗ് എന്നുള്ള ഒരു രീതിയിലോട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാൻ പറ്റില്ല. പക്ഷെ അതേസമയം നമുക്കൊരു സർവീസ് ഡോഗ് ആയിട്ടൊക്കെ അല്ലെങ്കിൽ ഒരു തെറാപ്പി ഡോഗ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഗോൾഡൻ റിട്രീവർ. ഇനി ഹെൽത്ത് ആൻഡ് മെയിൻ്റെനൻസ് വെച്ചിട്ട് കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും ഹെൽത്തിയസ്റ്റ് ആയിട്ട് വരുന്ന ഡോഗ് ബ്രീഡ് ലാബ് തന്നെയാണ്. ഗോൾഡൻ റിട്രീവറിനെ അപേക്ഷിച്ച് ലാബിന് പൊതുവെ അസുഖങ്ങൾ വളരെ കുറവാണ്. ഇനി മെയിൻ്റെനൻസിന്റെ കാര്യം നോക്കുകയെന്നുണ്ടെങ്കിൽ ഗോൾഡൻ റിട്രീവറിന് ലാബിനെക്കാളും മെയിൻ്റെനൻസ് കൂടുതലാണ്. ലോങ് കോട്ടഡ് ആയതുകൊണ്ട് തന്നെ ഡെയിലി ബ്രഷിങ് ഇവർക്ക് നിർബന്ധമാണ്. കൂടാതെ മന്ത്ലി എക്സ്പെൻസ് നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ലോങ് കോട്ടഡ് ആയതുകൊണ്ട് തന്നെ ഗോൾഡൻ റിട്രീവറിന് എക്സ്ട്രാ കോട്ട് സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ചെലവ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ലാബ് ആയിരിക്കും ഗോൾഡൻ റിട്രീവറിനെക്കാളും ഇത്രയും കൂടി ചെലവ് കുറവ് വരുന്ന ഡോഗ് ബ്രീഡ്. ഇനി പ്രൈസ് നോക്കുകയെന്നുണ്ടെങ്കിൽ ലാബ് പപ്പീസ് വിത്തൗട്ട് KCI നമുക്ക് ഒരു 8000
രൂപ തൊട്ട് 10,000 രൂപ റേഞ്ചിലും വിത്ത് കേസിയെ നമുക്കൊരു 12,000 തൊട്ട് മുകളിലോട്ടുമാണ് ലാബ് പപ്പീസ് കേരളയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതേസമയം ഗോൾഡൻ റിട്രീവറിന്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 18,000 തൊട്ടാണ് വിത്തൗട്ട് KCI തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. വിത്ത് KCI ഇപ്പോൾ ഒരു 25-30 ആ ഒരു റേഞ്ചിലൊക്കെയാണ് വിത്ത് KCI സർട്ടിഫിക്കറ്റോടുകൂടി ഗോൾഡൻ റിട്രീവർ പപ്പീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ചുരുക്കി പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് കമ്പാനിയൻ ഡോഗ്, നിങ്ങളുടെ വീട്ടിൽ വരുന്ന എല്ലാവരോടും ഒരു പ്ലേയിങ് അതുകൂടാണ്ട് ലവിങ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി കാണിക്കുന്ന ഒരു ഡോഗ് ബ്രീഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡൻ റിട്രീവറിനെ ചൂസ് ചെയ്യാം. അതേസമയം ഒരു കമ്പാനിയൻ അതുകൂടാണ്ട് ചെറിയ രീതിയിൽ ഒരു ഗാർഡ് ഡോഗ് പിന്നെ മെയിൻ്റെനൻസും എല്ലാം കുറഞ്ഞ ഒരു ഡോഗിനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാബ്രഡോർ റിട്രീവറിനെ ചൂസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ദെൻ ഹാവ് എ നൈസ് ഡേ.